നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. പിണറായി മുണ്ടൊടുത്ത മോദി വീണ്ടും തോറ്റാൽ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരും. രൂക്ഷ വിമർശനവുമായി ലീഗ് മുഖപത്രം. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക. മുണ്ടൊടുത്ത മോദിയാണ് മുഖ്യമന്ത്രിയെന്നാണ് ചന്ദ്രിക എഡിറ്റോറിയലിലെ വിമർശനം. കണ്ണാടി പൊട്ടിച്ചാൽ കോലം നന്നാകുമോ എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ലീഗിനെ വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ചന്ദ്രിക പത്രത്തിലെ അതിരൂക്ഷ വിമർശനം. മോഷണക്കുറ്റം ആരോപിച്ച് ആദിവാസി സ്ത്രീക്ക് ക്രൂരമർദ്ദനം. മുഖത്തും കണ്ണിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടി വിതറി. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ മോഷണക്കുറ്റം ആരോപിച്ച് ആദിവാസി സ്ത്രീക്ക് നേരെ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയും ക്രൂരപീഡനവും മുഖത്തും കണ്ണിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടി വിതറി മർദ്ദിച്ചു. സംഭവത്തിൽ അതിക്രമത്തിന് ഇരയായ സ്ത്രീയുടെ സഹോദരി ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെലങ്കാനയിലെ നാഗർ കുർണൂൽ ഗ്രാമത്തിൽ ജൂൺ ആദ്യവാരമാണ് സംഭവമുണ്ടായത്. ISRO അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞ തട്ടിപ്പ്. പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ 35കാരി ഹണി ട്രാപ്പിൽ കുടുക്കി. കാസർഗോഡ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി യുവാക്കളെ 35കാരി ഹണി ട്രാപ്പിൽ കുടുക്കിയതായി പരാതി. കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരന് എതിരെ പോലീസ് കേസെടുത്തു. ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത്. പുല്ലൂർ പെരിയ സ്വദേശിയായ യുവാവിനെതിരെ മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിൽ അടച്ചതോടെയാണ് ശ്രുതി ചന്ദ്രശേഖരൻ നടത്തുന്ന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത്. ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും IAS വിദ്യാർത്ഥിനി ചമഞ്ഞുമാണ് യുവാക്കളെ ശ്രുതി വലയിലാക്കിയത്. എല്ലാവർക്കും വിവാഹ വാഗ്ദാനം നൽകി. വയനാട് 4 പശുക്കളെ ആക്രമിച്ചു കൊന്ന കടുവയെ മയക്കുവെടിവെക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കി. വയനാട് കേണിച്ചിറയിലെ കടുവയെ മയക്കുവെടിവെക്കും. കടുവയെ മയക്കുവെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കി. 4 പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. വിവിധയിടങ്ങളിൽ കൂട് സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കും. കടുവ കൂട്ടിൽ കയറിയില്ലെങ്കിൽ മയക്കുവെടിവെച്ച് പിടികൂടാനാണ് തീരുമാനം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് കൈക്കൂലി വാങ്ങി. രോഗിയെ നോക്കിയില്ലെന്ന ആരോപണം. മുഖ്യമന്ത്രിക്ക് പരാതി. ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ ഗുരുതര ആരോപണവുമായി രോഗിയുടെ കുടുംബം. ആശുപത്രി സൂപ്രണ്ട് കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ രോഗിയെ നോക്കിയില്ലെന്നുമാണ് ആരോപണം. കാലിന് മൈനർ ശസ്ത്രക്രിയ നടത്താനെത്തിയ ഹരിപ്പാട് സ്വദേശി അനിമോന്റെ ഭാര്യയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കൈക്കൂലി നൽകിയെന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൂടുതൽ തുക കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും പറഞ്ഞ അനിമോന്റെ ഭാര്യ ബീന ഈ തുക നൽകാതിരുന്നതിനാൽ ഡോക്ടർ ഭർത്താവിനെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുറ്റപ്പെടുത്തി. തന്റെ ഫീസ് അതല്ലെന്ന് പറഞ്ഞാണ് സൂപ്രണ്ട് കൂടുതൽ തുക ആവശ്യപ്പെട്ടതെന്ന് ബീന പറഞ്ഞു. OR കേളു പുതിയ മന്ത്രി. രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രതിപക്ഷ നേതാക്കളും. 2ാം പിണറായി മന്ത്രിസഭയിൽ പുതിയ മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ 4 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. വയനാട്ടിൽ നിന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും കേളുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിനു വേണ്ടി. തൃശൂർ തോൽവിയിൽ വിമർശനവുമായി CPIM. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇടതുമുന്നണിയുടെ തോൽവിയിൽ ക്രൈസ്തവ സഭകളെ വിമർശിച്ച് CPIM ജില്ലാ കമ്മിറ്റി.
ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്ന് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി വിശദീകരിച്ചു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീക്കാമെന്ന് ധാരണയുണ്ടാക്കിയെന്നും വിമർശനം ഉയർന്നു. ഇടതുപക്ഷത്തിന്റെ ആശയ സ്വാധീനം പാർലമെന്റിൽ ഉണ്ടാകും. കെ രാധാകൃഷ്ണൻ. ഇടതുപക്ഷത്തിന്റെ ആശയ സ്വാധീനം പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് നിയുക്ത MP കെ രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ അടിത്തട്ടിൽ പരിശോധനകൾ നടത്തി മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോകും. ദിവ്യ S. അയ്യർ യാത്രയയപ്പ് നൽകുന്ന ചിത്രം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതിയില്ലെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.